എല്ലാ പ്രേക്ഷകർക്കും ദസരേര ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് വിവരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മങ്ങൾ. ഭഗവാന്റെ പാദപത്മങ്ങൾ എല്ലാ ശ്രീകൃഷ്ണ ഭക്തരുടെയും ആഗ്രഹമാണ്. ഭഗവാന്റെ പാദപത്മങ്ങൾ ദർശിക്കണം. പാഞ്ചാലിയെ പോലെ ആ പാദപത്മങ്ങൾ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും കണ്ണീർ കൊണ്ട് കഴുകണം. അവസാനം ആ പാദങ്ങളിൽ വിലയം പ്രാപിക്കണം എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്താണ് ഭഗവാന്റെ പാദപത്മങ്ങളുടെ പ്രത്യേകതകൾ? എന്തുകൊണ്ടാണ് ഭക്തർ അതിനെ പാദപത്മങ്ങൾ എന്ന് വിളിക്കുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ പത്മപാദങ്ങൾ 19 മഹത്തായ ഐശ്വര്യങ്ങളാൽ സമ്പന്നമാണ്. ഇടത് പാദത്തിൽ അർദ്ധചന്ദ്രൻ, ജലപാത്രം, ത്രികോണം, വില്ല്, ആകാശം, പശുവിന്റെ കുളമ്പ്, മത്സ്യം, ശംഖ്. വലതു പാദത്തിൽ 8 പോയിന്റുള്ള നക്ഷത്രം, സ്വസ്തിക, ചക്രം, കുട, യവം, ആനക്കൊമ്പ്, പതാക, ഇടിമിന്നൽ, ഞാവൽപ്പഴം, ഉദരേഖ, താമര എന്നിവ ഭഗവാൻ കൃഷ്ണന്റെ ഈ പാദചിഹ്നങ്ങളുടെ പ്രതീകാത്മങ്ങളാണ്. ഭക്തർക്ക് നിർഭയത്വം, ഭൗതിക ദുരിതങ്ങളിൽ നിന്ന് മോചനം, ഭൗതിക ലോകത്തിലെ ഐശ്വര്യം എന്നിവ ലഭ്യമാക്കുന്നു. ഭക്ത മനസ്സുകൾ ഭഗവത് പാദങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അവയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ദുരിതങ്ങളെ നശിപ്പിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഭഗവാനിൽ ഭക്തി നൽകുന്നു. ജ്ഞാനവും വൈരാഗ്യവും സർവമംഗളവും 6 ശത്രുക്കളുടെയും കാമം, ക്രോധം, അസൂയ, അഹങ്കാരം എല്ലാം വെട്ടിമുറുക്കുന്നു. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. പ്രകൃതിയുടെ 3 രീതികളെ മറികടക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു. ജ്ഞാനികളുടെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഭഗവാന്റെ പത്മപാദങ്ങളെ ധ്യാനിക്കുകയും കൃഷ്ണന്റെ പാദകമലങ്ങളുടെ നിത്യസേവനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ പാദങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതുമാണ്. പാദപത്മങ്ങളിൽ ഭഗവാന്റെ കൃപയാൽ നാം ചെയ്യുന്ന സത്പ്രവൃത്തികൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നാം എവിടെയിരുന്നാലും, ഏത് സാഹചര്യങ്ങളിലായാലും, ഏത് ജന്മങ്ങളിലായും ഭഗവാന്റെ പാദപത്മങ്ങളോടുള്ള അചഞ്ചലമായ സ്നേഹം, ഭക്തിയും പ്രദാനം ചെയ്യട്ടെ എല്ലാവരിലും. കണ്ണാ ഗുരുപവനപുരേശ. നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.